മാലിക്കുൽ മുൽക്ക് യുത്തിൽ മുൽക മൻ തശാ യശാ തുത്തിൽ മുൽക മൻ തശാ. ഒന്നെങ്കിൽ ഓദ്യ ഉസ്താദ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇയാൾ ഉറങ്ങി, അല്ലെങ്കിൽ അടി കിട്ടിയിട്ടില്ല. നല്ല അടിന്റെ പോരായി നടന്നിട്ടുണ്ട്. സ്വഭാവം തീരെ ശരിയില്ലല്ലോ. എത്ര ആളുകൾക്ക് നിങ്ങൾ ഫോൺ ചെയ്തിട്ട് ക്ലിപ്പാക്കിയിട്ടുണ്ട്? മാഹിയിലുള്ള വളർത്തുമോൻ അടക്കങ്ങൾ എത്ര ആൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് ഇറക്കിയിട്ടുണ്ട്? എന്നിട്ട് അന്ന് മാഹിയിലെ വളർത്തുപുത്രന്റെ ആ റെക്കോർഡിംഗ് വെച്ചിട്ട് എത്ര സ്റ്റേജുകളിൽ നിങ്ങൾ മറുപക്ഷത്തുള്ള ആലിമീങ്ങളെ ഏതൊക്കെ രൂപത്തിൽ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട്? ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറയാൻ പറ്റിയ പേര് വേറെ, പക്ഷെ സ്റ്റേജ് ഇതായി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ആദ്യ തോന്നിവാസമൊക്കെ നടത്തുക. ഇനി ഞാൻ പറയട്ടെ, ഇത് ധർമ്മപുരി സമ്മേളനം നടക്കുന്ന സമയത്തല്ലേ പുതിയതാണല്ലോ ഇപ്പൊ വളർത്തുമോനെ മാഹിക്കാരനെ ഇറക്കിയിട്ട് അത് അതിന് പറ്റിയൊരു കൊന്തം. മൂപ്പരിക്ക് പറ്റിയ, അതായത് വളഞ്ഞ മോന്തയത്തിന് പിരിഞ്ഞ കൗക്കോല്, പേരോടിന് പറ്റിയ ഒരു വളർത്തുമോനും. അത് മൂപ്പര കഥകൾ പിന്നെ വേറെയാണല്ലോ. മൂപ്പരിപ്പ ഇങ്ങനെ വലിയ വലിയ ശുചായിട്ട് രംഗത്തിറങ്ങുക. അവരെ പറ്റി എന്തിനാ അങ്ങനെ പറയുന്നു? ഇവരെ പറ്റി എന്തിനാ ക്ലിപ്പ് ഉണ്ടാക്കണത്? എന്താ മശായിഖന്മാർ എന്നാണ് ക്ലിപ്പ് ഉണ്ടാക്കുക? ഓന്റെ മാതിരി മനുഷ്യന്മാര് കേൾക്കാൻ പറ്റാത്ത ക്ലിപ്പ്, ഓന്റെ തന്നെ സ്വന്തം അനുഭവം ആളുകൾ കേട്ടാൽ മൂക്കുപൊത്തി ഓടുന്ന രൂപത്തിലുള്ള വലിയ വലിയ സംഭവങ്ങൾ, കാമലീലകളുടെ വൈകൃതങ്ങൾ നിറഞ്ഞ ചീഞ്ഞു നാറുന്ന ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബുകളിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുമ്പോഴാ ഓന്റെ ഒരു ചാരിത്ര പ്രസംഗം. ആദ്യം അന്റെ കാര്യം നോക്കണം. എങ്ങായി അന്റെ ചാരിത്രത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുക ആദ്യം. എന്നിട്ട് മൂപ്പര് പറയാണ്, ഇപ്പൊ എന്താ മശായിഖന്മാരെ ഫോണ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യലാ മറ്റേതാണ്. ഇൻഷാ അല്ലാഹ് ആവശ്യമായിട്ട് വരുമ്പോ നമുക്ക് അവിടേക്ക് എത്താം. ആരും അങ്ങനെ വിളയാനൊന്നും നിൽക്കണ്ട, അങ്ങനെ നല്ല പിള്ളയമയാനൊന്നും നിൽക്കണ്ട. ഒക്കെ അവനാ നിക്കണവർക്ക് നിൽക്കുക, എടുക്കണ പണിയെടുക്കുക. മശായിഖന്മാരെ മേൽക്ക് കുതിര കയറാൻ വന്നാൽ ഇരുത്താണ്ടടുത്തിരുത്തും. അന്റെ ആ കോഞ്ഞായിത്തരായിട്ട് ഇങ്ങോട്ട് വരണ്ട. എനിക്ക് സ്ഥലം മാറിപ്പോയി, എനിക്ക് ആ സ്ഥലം മാറിപ്പോയത്. എല്ലാരും ഇങ്ങനെ കുഞ്ഞാപ്പ് വെക്കണ പരിപാടി ഉണ്ടല്ലോ, ആ ബ്ലാക്ക് മെയിൽ ചെയ്യണ പരിപാടി, അതുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഓർമ്മിച്ചോളണ്ടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ. അമ്മാ ബഅദ്. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ടൊന്ന് പോവാണ്. സഹോദരന്മാരെ, ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബാഹ്യമായിട്ട് ഈ കളിച്ച നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യനും അതുപോലെ തന്നെ മുഹമ്മദ് രാമന്തള്ളിയും കളിച്ച നാടകത്തിന്റെ ബലിയാടാണ് ഞാൻ എന്ന ഇൻഷാ അല്ലാഹ് ഇനി പുറത്ത് പറയാൻ പോവുകയാണ്. എന്താണ് വിഷയം? ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്പം ക്ഷമിക്കുക, ഒരു ദിവസം കൂടി ക്ഷമിക്കുക, അറിയാത്ത മുഴുവൻ ആളുകളെ അറിയിക്കുക. ഈ മനുഷ്യൻ ഇനി സമസ്തയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് അച്ചാരം പറ്റിക്കൊണ്ട് പാവപ്പെട്ട പ്രവർത്തകന്മാര് ഒരുക്കുന്ന വേദികളിൽ ഈ മനുഷ്യൻ ഇനി പ്രസംഗിക്കണോ? സുന്നത്ത് ജമാഅത്തിന് പ്രസംഗിക്കാൻ ആയിരക്കണക്കിന് അഹ്സനിമാരെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് വാർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് സഖാഫിമാരെ വാർത്തെടുത്തിട്ടുണ്ട്. അതേ സമയത്ത് പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തള്ളിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ, സഹോദര, ഇതൊക്കെ ജിഷാന്റെ കയ്യിൽ എത്തിയിട്ട് 2-3 വർഷമായി. എന്റെ സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാത്ത രഹസ്യം പണ്ഡിതന്മാരുമായി മാത്രം ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും നമ്മുടെ സംഘടനക്കകത്ത് ഒതുക്കേണ്ട വിഷയങ്ങൾ അതുമാത്രം ചെയ്യുകയും ചെയ്ത ഈ സാധുവായ ഞാനിപ്പോ നിഫാക്കുള്ള മനുഷ്യനാണല്ലേ നൗഷാദേ? ഇറങ്ങിക്കോ മോനെ. ഇത് കായക്കൊടിയല്ല, കായക്കൊടി ഇരുത്താൻ പറ്റിയേക്കാം. പക്ഷേ അള്ളാന്റെ ദീന് വെച്ചിട്ട് നീയൊക്കെ വിറ്റ് കളിക്കുന്ന കളിയുണ്ടല്ലോ, നടക്കൂലേനി. കാരണം ഈ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വഞ്ചന അത് നമ്മുടെ ഒരു വിഭാഗം പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ വാക്യം പറയാണ്, ഇയാളെ കാപട്ടത്തിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന്റെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27-ന്റെയും മധ്യത്തിലുള്ള, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 26-ന് രാത്രി സിറാജുൽ ഹുദയിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4:15 വരെ, 10:45 മുതൽ 4:15 വരെ ദീർഘമായ 5 മണിക്കൂർ ഞാനും പേരോട് ഉസ്താദും അടച്ചിട്ട റൂമിൽ സംസാരിച്ച രേഖകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്
ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ റാഫിയുടെ അടുക്കൽ റെക്കോർഡ് ചെയ്യുന്ന സാധനം കൊടുത്തയക്കുകയും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും ഈ പറയുന്ന സാധുവായ എന്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഈ മുനാഫിക്കായ മനുഷ്യൻ ഈ പേരോട് ഉസ്താദിന്റെ റെക്കോർഡ് ഇവൻ ചെയ്തില്ലേ? മരിക്കണ്ടേ നൗഷാദേ? നിനക്കൊക്കെ മരിക്കണ്ടേ? ഖബറിലേക്ക് പോകണ്ടേ നൗഷാദേ? ഇത് പറയുന്നത് ജിഷാൻ കളവാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നൗഷാദിന് അള്ളാന്റെ ഖുർആനിൽ വിശ്വാസമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവാണെന്ന് നൗഷാദ് പറയും, നൗഷാദ് പറയുന്ന കളവാണെന്ന് ഞാനും പറയും. ഞാൻ തയ്യാറാണ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന്, ഒരു കളവ് പരിശോധന ടെസ്റ്റിന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പുറത്തുവാ. ഈ രേഖകൾ മുഴുവനും SKSSFകാർക്ക് കൈമാറിയത് മുഹമ്മദ് രാമന്തള്ളി എന്ന് പറയുന്ന വഞ്ചകൻ ഈ പറയുന്ന നൗഷാദിന്റെ സമ്മതത്തോടുകൂടിയാണെന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ നൗഷാദ് ഒരുങ്ങിക്കോ. അതുകൊണ്ട് ശാസ്ത്രീയപരമായ ടെസ്റ്റുകൾക്ക് തയ്യാറുണ്ടോ? വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ. അള്ളാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന നൗഷാദിന്റെ ഡ്രൈവറെ വിട്ടിട്ട് റെക്കോർഡർ എന്റെ കയ്യിൽ എത്തിച്ചിട്ട് ഇത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സംസാരം നീ ചോർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വഞ്ചകനായ മനുഷ്യൻ ഇപ്പൊ പറയുന്നു പേരോട് ഉസ്താദിന്റെ അടക്കോ റെക്കോർഡ് ചെയ്തു. പിന്നെ അവന്റെ കഥ എന്താണ്? ഉളുപ്പുണ്ടോ മനുഷ്യ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പണ്ഡിതൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം ഈ സമൂഹമധ്യേ വലിച്ചിട്ട് ആളുകളെ തമ്മിലടുപ്പിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഈ നൗഷാദ് അഹ്സനി നടത്തിയ ഗൂഢാലോചന പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ റമളാനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വീട്ടിൽ ഈ പറയുന്ന നൗഷാദ് 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അടച്ചിട്ട റൂമിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1000 കുതിരശക്തിയോടെ പറയുന്നു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ചതിച്ചിട്ട് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ 1.5 മണിക്കൂർ ക്ലിപ്പ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ നൗഷാദെ? ഇറങ്ങിക്കോ, നമുക്ക് ടെസ്റ്റ് നടത്താം. ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം, അതിന്റെ ചെലവ് ഞാൻ എടുക്കാം. നിങ്ങൾ പറയുന്ന ഈ കാപട്യവും കളവുകളും സമൂഹം തിരിച്ചറിയാനിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഈ കാപട്യം കൊണ്ട് ഒരാഴ്ചയോളം എന്റെ പച്ചമാംസം നിന്ന ആളുകൾ ആ പച്ചമാംസം ഇങ്ങനെ തിന്നിട്ടും ഞാൻ കുറെയൊക്കെ സഹിച്ചു നിന്നു. കാരണം ഞാനിത് വിഷയങ്ങൾ പുറത്തു പറയാൻ നിന്നാലേ ഞാൻ പുറത്തു പറയാൻ നിന്ന ഒരുപാട് ആളുകൾ വേദനിക്കും. അതുകൊണ്ട് എന്റെ മുഖം വികൃതമായാലും ഈ പറയുന്ന നേതാക്കന്മാരെ അവരുടെ മുഖം ശോഭിച്ചു തന്നെ ഇരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് മൗനം പാലിച്ചു. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എനിക്കെതിരെ തെറ്റിദ്ധരിച്ചിട്ട് ചില പരാമർശങ്ങൾ നടത്തി, അതുപോലുള്ള മറ്റു പണ്ഡിതന്മാർ നടത്തി, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ കള്ളൻ, ഈ 1-ാം നമ്പർ മുനാഫിക്കായ ഈ മനുഷ്യൻ ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഓൺലൈനിലൂടെ വന്നിട്ട് എനിക്കെതിരെ പച്ചയായിട്ട് ഈ തോന്നിവാസം മുഴുവൻ എന്നെക്കൊണ്ട് എന്റെ കയ്യിൽ നിന്നുള്ള രേഖകൾ വാങ്ങി മുഹമ്മദ് രാമന്തള്ളിക്ക് കൈമാറുകയും ആ രാമന്തള്ളിയെ കൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ കൊടുപ്പിക്കുകയും ആ രാമന്തള്ളിയെ കൊണ്ട് കൈരളി ചാനലിൽ 1/2 മണിക്കൂർ സംസാരിപ്പിക്കുകയും ചെയ്ത നൗഷാദ്, വെല്ലുവിളി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, SYS എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സംഘടന മുഹമ്മദ് രാമന്തള്ളിയെ പുറത്താക്കിയതിനു ശേഷം കുറിച്ചു വെച്ചോ സഹോദരന്മാരെ? ഈ രാമന്തള്ളിയുടെയും നൗഷാദിന്റെയും ടെലിഫോൺ റെക്കോർഡുകൾ ഒന്ന് പരിശോധിക്കുക. SYS എന്ന് പറയുന്ന സംഘടന മുഹമ്മദ് രാമന്തള്ളിയെ പുറത്താക്കിയതിനു ശേഷം ഇന്നേ വരെ രാമന്തള്ളിയും നൗഷാദും തമ്മിൽ എത്ര തവണ സംസാരിച്ചിട്ടുണ്ട്? രേഖകൾ പുറത്തു വരട്ടെ. ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ തെമ്മാടിത്തവും ഒപ്പം മനസ്സിലാക്കാലോ. അതുപോലെ തന്നെ SKSSFന്റെ നേതാക്കന്മാരുമായി ഈ പറയുന്ന നൗഷാദോ അല്ലെങ്കിൽ ഈ മുഹമ്മദ് രാമന്തള്ളിയോ എത്ര തവണ റെക്കോർഡ് അവർ സംസാരിച്ചിട്ടു ഉണ്ട് എന്നുള്ളൊരു പരിശോധനയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ പുറത്തു വാ. എന്റെ നമ്പർ എടുക്കൂ. എന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു SKSSFന്റെ ഔദ്യോഗിക നേതാവിനെ ഞാൻ വിളിച്ചതായി തെളിയിച്ചാൽ നൗഷാദേ ഇതൊക്കെ പറയുന്ന പണി ഞാൻ എടുക്കും. നിന്നെപ്പോലെ സംഘടനയിൽ നിന്നിട്ട് ഉപ്പും ചോറും തിന്നിട്ട് ഈ പണ്ഡിതന്മാരെ ഒറ്റുകൊടുക്കുന്ന പരിപാടി ഈ ജിഷാനില്ല. ജിഷാൻ ജാഹിലാണ്. പക്ഷേ തലപ്പാവ് ധരിച്ചിട്ട് ഈ പണ്ഡിതന്മാരെ ചതിച്ചിട്ട് പരസ്പരം ഭിന്നിപ്പിക്കാൻ ഈ നൗഷാദും ഈ മുഹമ്മദ് രാമന്തള്ളിയും കളിച്ച കളി അത് ജിഷാൻ ഒരിക്കലും ചെയ്യില്ല. അത് ഞാൻ ആളുകളെ പേര് പറയുന്നില്ല, നേതൃത്വത്തിൽ നമ്മളെ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ മതി. ഇങ്ങനെ നാണം കെടുത്താനുള്ള ഒരു ഉദ്ദേശം ജിഷാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് 2011 ചെയ്യാമായിരുന്നു. ഞാൻ ചെയ്തില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സംഘടനക്കകത്തുള്ള ചില വിഷയങ്ങൾ
പരസ്പരം പണ്ഡിതന്മാര് മാത്രം അറിയേണ്ട വിഷയങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് പണ്ഡിതന്മാരുമായിട്ട് മാത്രമേ ഈ ജിഷാൻ സംസാരിച്ചിട്ടുള്ളൂ. അത് നിഷേധിക്കാൻ ഒറ്റ പണ്ഡിതന് ഇതുവരെ നമ്മുടെ കൂട്ടത്തിൽ അത് നിഷേധിക്കാൻ തയ്യാറുമില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ പോലും 2 വർഷം നീ എനിക്ക് തന്ന വാക്ക് പാലിച്ചിട്ടുണ്ട് ജിഷാനെ എന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞതാണ്. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഉസ്താദിനോട് ചോദിച്ചോളൂ. ഇപ്പോ ബഹുമാനപ്പെട്ട സമസ്ത മുശാവറ അംഗങ്ങൾക്ക് ശരിക്ക് കേൾക്കണം. സമസ്ത മുശാവറ അംഗങ്ങൾക്ക് വിശദമായിട്ട് നാളെ പറയുന്നുണ്ട്, ഇപ്പൊ ഒന്ന് തൊട്ട് വെക്കാണ്. സമസ്ത മുശാവറ അംഗങ്ങൾക്ക് നീ പ്രസംഗിക്കുന്നതിന്റെ ഒരു സീഡി കൊടുക്കണം. അവർക്ക് ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നീ പൊതുസമൂഹത്തോട് പ്രസംഗിക്കുന്ന ശൈലിയിൽ നീ പ്രസംഗിക്കണം. അതിന്റെ ഒരു സീഡി കൊടുക്കണം, അതിന്റെ ഒരു കത്തും കൊടുക്കണം. കത്തിന്റെ കോപ്പി ഞാൻ ഈ പറയുന്ന നൗഷാദിന്റെ ഇമെയിലിൽ അയച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ ഈ കത്തും സീഡിയും നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ കൈമാറിയിട്ട് അവർ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാധുവായി എന്നെ വഞ്ചിച്ചിട്ട് ഒരു ഭാഗത്ത് മർക്കസിലുള്ള മുടി അത് തിരികേശമാണെന്ന് പറയുന്ന അതേ നൗഷാദും അതേ മുഹമ്മദ് രാമന്തള്ളിയും മറുഭാഗത്ത് ഈ CDSK നേതാക്കന്മാർക്ക് കൊടുക്കുന്നു. നിഷേധിക്കാൻ ധൈര്യമുണ്ടോ? വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ മുജാഹിദീങ്ങളെ പറ്റിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു നടക്കണ്ട. എനിക്ക് പറയാനുള്ളത്, ഇത് ആധികാരികമായിട്ടൊരു പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ നൗഷാദ് ഹസനി? ഉണ്ടെങ്കിൽ വാങ്കുട്ടിയായിട്ട് പറ. എനിക്ക് വെല്ലുവിളിക്കാണ്. ഓന്റെ ഒരു വെല്ലുവിളി. എന്താ വെല്ലുവിളി? സമ്പാദത്തിനുണ്ടോ? ഇതാ മോനെ കുറെ നന്നായിട്ട് നടന്നല്ലേ, അതുകൊണ്ട് ഇത് കളിയൊന്നും എന്നോട് വേണ്ട. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന നൗഷാദ് പറഞ്ഞ ഇനി ജിഷാനെ നീ അടങ്ങിയിരുന്നാലും ഞാൻ ഈ വിഷയത്തിൽ അടങ്ങുന്ന പ്രശ്നമില്ല. നിഷേധിക്കാൻ പറ്റുമോ നൗഷാദെ? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ഈ നൗഷാദ് അതിന്റെ ശേഷം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 5-ന്റെയും ഓഗസ്റ്റ് 22-ന്റെ ഇടയിൽ എത്ര തവണ മലപ്പുറത്ത് ഒതുക്കുങ്ങളിൽ നിന്നും മാഹിയിലേക്ക് എന്റെ വീട്ടിൽ വന്നു എന്നുള്ളതിന് നാട്ടുകാർ സാക്ഷിയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ ഉസ്താദ് സാക്ഷിയാണ് എന്റെ മഹലില്. അതുകൊണ്ട് കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വിലപ്പോവിൽ നടക്കും. നിങ്ങൾ സമാധാനിക്കണ്ട. നിങ്ങൾക്കേതായാലും ആഖിറയില്ലാന്ന് ഉറപ്പാണ്. തലപ്പാവ് ധരിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പണ്ഡിതനാണെന്ന വ്യാജേന സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാചകങ്ങൾ നടത്തിയിട്ട് ഇപ്പൊ സാധാരണക്കാരനായ ഒരു ജിഷാൻ മാഹി പറഞ്ഞാൽ ആളുകൾ ഇരിക്കുവോ ഇവൻ പറഞ്ഞിങ്ങനെ നേരാക്കുക. ഈ നൗഷാദ് ഹസനി എന്ന് പറഞ്ഞ വലിയൊരു മൊയിലാരല്ലേ? കളവ് പറയോ? ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പരിശോധനക്കിന്റെ ഇറങ്ങിടോ, പുറത്തുവാ. നിന്റെയൊക്കെ കാവട്ടി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിനെയും അതുപോലെ തന്നെ പിന്നെ പേരോട് ഉസ്താദിന് സുന്നത്തിയമായത്തിന്റെ വിഷയത്തിൽ ഇപ്പൊ തീവ്രത പോരാണ് ഇവൻ പറഞ്ഞത്. അവർക്കൊന്ന് തീവ്രത പോരാ. അതുകൊണ്ട് സംഘടന ഉടച്ചു വാർക്കണം. എന്നിട്ട് നല്ല തീവ്ര സുന്നികൾ ഉള്ളിൽ വരട്ടെ. അപ്പൊ നൗഷാദ് എന്നാ തുറന്നു പറ, മുഹമ്മദ് രാമന്തള്ളിയോട് കൂടിയിട്ട് കളിച്ച കളികൾ ഓരോന്ന് പുറത്തു വരട്ടെ. ഈ പറയുന്ന നൗഷാദ് ഹസനിയോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ റൂമിൽ പോയിട്ട് ഉസ്താദുമായിട്ട് സംസാരിച്ചതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പുറത്തു പറ മോനെ. അതൊന്ന് കേൾക്കട്ടെ, സമൂഹം ഒന്ന് കേൾക്കട്ടെ. എന്നിട്ട് ഉസ്താദിനെ വഞ്ചിച്ചിട്ട് ഉസ്താദിന്റെ റെക്കോർഡുകൾ മുഴുവൻ രേഖയാക്കിയിട്ട് അതിൽ പറയുന്ന മുഹമ്മദ് രാമന്തള്ളി എത്ര ആളുകളോട് രാമന്തള്ളി പറഞ്ഞു? ഈ പറയുന്ന പൊന്മള ഉസ്താദ് ജിഷാനോട് മാത്രമല്ല പറഞ്ഞത്, വേറെ ആളോട് പറഞ്ഞതിന്റെ രേഖകൾ നമ്മളെ കയ്യിലുണ്ട്. ആരാ രാമന്തള്ളി? വേറെ ആള്. പേര് പറ, പേരൊന്ന് തുറന്നു പറ. ആരാണ് വേറെ ആള്? ഈ വേറെ ആള് എന്ന് പറഞ്ഞാൽ ഈ നൗഷാദാണ്. അത് അപ്പൊ നിങ്ങൾക്ക് എന്താ ക്ലിപ്പ് പുറത്തുവിടാത്തെ? അപ്പൊ ക്ലിപ്പ് പുറത്തുവിട്ട ഉറപ്പല്ലേ? പൊന്മള ഉസ്താദിനെ നൗഷാദ് ഹസനി പറ്റിച്ച് റെക്കോർഡാക്കി എന്ന് പറഞ്ഞാല് പിന്നെ ഈ സംഘടനയിൽ സ്ഥാനമുണ്ടോ? ചവിട്ടി പുറത്താക്കൂലേ? ഇന്ന് അദ്ദേഹത്തിന് തെക്ബീർ വിളിച്ച റൂം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന സാധനം നടത്തിയ കാര്യം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിശദമായ ഈ വിഷയത്തിൽ എന്ത് നടന്നു എന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ല്ലേ പൊട്ടന്മാരല്ല കേട്ടോ. സക്കരിയ പറഞ്ഞ മാതിരിയുള്ള പൊട്ടന്മാരല്ല ഇപ്പറ ഇരിക്കുന്നത്. അതുകൊണ്ട് നൗഷാദ് ഇതൊന്നും കരുതിയില്ലല്ലേ? എല്ലാം റെക്കോർഡാണ് സഹോദര. ക്ലിപ്പ് മാത്രമല്ല, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ച വിളികളും നിങ്ങൾ വിളിച്ച ടെലിഫോൺ സംസാരങ്ങളൊക്കെ അതിന്റേതായ കമ്പനികളുടെ റെക്കോർഡ് ബുക്കിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കാം. ഈ റിപ്പോർട്ടർ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ മുഹമ്മദ് രാമന്തള്ളിയുടെ മൊബൈലിൽ നിന്ന് SKSSF നേതാക്കന്മാരുമായി എത്ര തവണ സംസാരിച്ചു? ചെക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? മുഹമ്മദ് രാമന്തള്ളിയുടെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് എത്ര തവണ സംസാരിച്ചു? അതുപോലെ തന്നെ നൗഷാദ് ഹസനിയുമായി ബന്ധപ്പെട്ട്
അസ്സലാമു അലൈക്കും വിശേഷം. നിങ്ങൾ പതിവില്ല എന്റെ മെസ്സേജ് അയച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. സാധാരണ കോളുള്ള വ്യക്തി. അതായത് ഞാനിവിടെ അങ്ങോട്ടുള്ള കോൾക്ക് ഉത്തരം നോക്കിയിട്ട് കിട്ടുന്നില്ല. അത് ശരി, അങ്ങനെ. ഇപ്പോഴും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.